ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉള്ളതിൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ വേഗം ചായപ്പണിയൊക്കെ തീർത്ത് ഒരു ഇടം വരെ പോകാൻ റെഡി ആയിരിക്കുകയാണ്. എങ്ങോട്ടല്ല ഒരു അമ്പലം വരികയാണ്. പാലോർമ്പ് അമ്പലത്തിലേക്കാണ് പോകുന്നത്. കഷ്ടം എന്തോ ആലോചിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങാൻ തന്നെ റെഡിയല്ല, ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മയൊക്കെ എപ്പോഴോ മാറ്റി റെഡി ആയതാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ശ്രീ പാലകുറുമ്പ ദേവീക്ഷേത്രം ഉള്ളവണ്ണ അവിടെയാണ് പോയത്, കുന്നത്തുപാലുള്ളത്. അപ്പോൾ അവിടെ എത്തി. ഇവിടെ ഒന്ന് തോന്നിയിട്ട് ഒരുപാടായിട്ടുണ്ട്. പിന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് അമ്പലത്തിൽ. നാളെ വേലയും ഇന്ന് മറ്റേ പൊങ്കാലിടലൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരുപാട് കൊടികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ പൊങ്കാലിടാൻ വന്ന ആൾക്കാരാണ്. എത്രയോ നേരത്തെ വന്ന ആൾക്കാരാണ്. പൊങ്കാലിടൽ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇവിടെ അനൗൺസ് ചെയ്ത് കേട്ടത്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ ഈ വേല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പലതരത്തിലുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. നാളത്തെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇന്നേ വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. മക്കളത് ഇത് വേണം ഇത് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെറുതൊക്കെ വാങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഈ അമ്പലത്തിന് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലത്. അപ്പോൾ അമ്മമ്മേനെ കാണാണ്ട് എങ്ങനെയാണ് പോവുക, അവിടെ തൊട്ടടുത്ത് വരെ വന്നിട്ടില്ലേ. അപ്പോൾ ഒന്ന് ഞങ്ങൾ അമ്മമ്മേൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിലെത്തി. അമ്മമ്മ ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങ് കയറുമ്പോൾ തന്നെ നല്ല പഴുത്ത ചക്കൻ്റെ മണം ഉണ്ടായിരുന്നു. ഞാൻ വേഗം അടുക്കളയിൽ കയറി 2 ചക്ക അങ്ങനെ കൈകൊണ്ട് ഇരിഞ്ഞെടുത്ത് അങ്ങനെ തിന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ കാര്യമായിട്ട് എന്തോ ഒരു പണിയിലായിരുന്നു, കറി വെക്കാൻ തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടേക്ക് വാങ്ങിയ സാധനമായിരുന്നു തേങ്ങോയിൽ. ഇത് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാശിട്ടനൊക്കെ അത് തിന്നുകൊണ്ടിരിക്കുന്നത്. മൂപ്പർക്ക് അവിടുത്തെ ആ വണ്ടി കിട്ടിയാൽ മതി, അവിടെ നിന്ന് കളിച്ചിരിക്കുകയാണ്. പിന്നെ പ്രതീക്ഷിക്കാണ്ടൊരു താത്ത പഴം നിറച്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് തിന്ന് അങ്ങനെ കുറച്ച് ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഇനി വേറെ പ്ലാനിങ് ഒന്നുമില്ല, ഇനി നേരെ വീട്ടിൽ എത്തുക, കുറച്ച് കിടക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.